സഹപ്രവർത്തകരെ, അധ്യാപകരെ, വാത്സല്യനിധികളായ കുട്ടികളെ, ഞാന് മിക്കവാറും ഓർക്കും പഴയ കുട്ടികളൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം ഒരൊറ്റ ആവശ്യമുള്ളൂ, നിങ്ങളുടെയൊക്കെ പേരെന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള ഒരാഗ്രഹം. കഴിഞ്ഞ മീറ്റിങ്ങിന് ഞാനവിടെ ആവശ്യപ്പെട്ടു, പക്ഷെ സമയമില്ലായിരുന്നതിനാൽ അത് അനുവദിച്ച് കിട്ടിയില്ല. ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പേര് മാത്രം അറിഞ്ഞാൽ മതി, കൂടുതലായിട്ടൊന്നും അറിയണമെന്നില്ല. എന്റെ പേര് റിയാസ്. പിന്നെ ഏറ്റവും വികൃതിയായ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗിൽ ഞാൻ വന്നിരുന്നു, കുറെ സമയമൊക്കെ ഇരുന്നു. മീറ്റിംഗൊക്കെ കഴിഞ്ഞു പോയി. അന്ന് അറിഞ്ഞത് ഇന്ന് ഇവിടെ മീറ്റിംഗ് ഉണ്ടോ. ഇന്നും വരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം. ഗതികേട് കൊണ്ട് 2 മാസം മുമ്പ്, അതായത് ക്രിസ്മസ് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം ക്രിസ്മസ് ക്രിബ് അലങ്കരിച്ചതിൻ്റെ ഭാഗത്തൊക്കെ അഴുക്ക് കിടന്നൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ചൂലുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. എല്ലാം ക്ലീൻ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം എൻ്റെ ചെരുപ്പിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം തട്ടി ഞാൻ കമന്നടിച്ച് വീണു. കമന്നടിച്ച് വീണു എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കൈയുടെ ഇവിടം തൊട്ട് ഇവിടം വരെ പൊട്ടി കീറിപ്പോയി. 1 മാസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, തനിയെ ഒരിടത്തും പോകാറില്ല. അതുകൊണ്ട് എവിടെ പോയാലും ഒരാളുടെ സഹായം എനിക്ക് വേണം. അതനുസരിച്ച് ഞാൻ ഈ വടിയൊക്കെ പിടിച്ചു വന്നത്. സ്റ്റെപ്പൊക്കെ കയറണമെങ്കിൽ വടി വേണം. സ്നേഹനിധികളായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ പേരോർമ്മയില്ല. അതാണ് പ്രശ്നം. ഓർമ്മ, ഒരു കാലത്ത് മെമ്മറി ടെസ്റ്റിന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ട ഒരാളാണ് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഫലമായിട്ട് എൻ്റെ സ്വന്തം മോട പേര് പോലും എനിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥ വരും. ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ നീങ്ങും. അപ്പോൾ മിനിറ്റുകളോട് ഇരുന്ന് ഓർപ്പത് കണ്ടിരിക്കും. അത്രയ്ക്ക് ഗതികേടിലായിട്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ. ഓർമ്മ പറയും. അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ടത്, നിങ്ങളുടെ പേര് ഒരിക്കലെങ്കിലും കേൾക്കാൻ സമയം കിട്ടുമെങ്കിൽ എന്നെ അനുവദിക്കണം. പിന്നീട് നിങ്ങൾക്കെല്ലാവർക്കും നന്മ മാത്രം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്താം. കാരണം എൻ്റെ പല്ല് ഈയിടെ ഒന്ന് എടുത്ത് പുതിയ പല്ലൊക്കെ വെച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ബൈപ്പാപ്പ് എടുക്കുന്ന. ബൈപ്പാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദിവസം 4 മണിക്കൂർ എടുക്കണം. എടുത്തു കഴിയുമ്പോഴേക്കും ഈ ബോണ് ചൊട്ടിപ്പോവും. അങ്ങനെ എനിക്ക് പല്ല് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പോലും അതുകൊണ്ട് ഒരു ഗംഭീര പ്രസംഗമൊന്നും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും മിണ്ടാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ട് സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. May God Almighty shower His choicest blessings upon you all in the days to come, and may the sunshine of His blessings enshrine you forever and ever. Amen. ടീച്ചർ കാര്യം ചെയ്തോടെ, ആ ഡയറി ഇപ്പോഴും ഇല്ല, ഒരു കുട്ടികളുടെ പേര് സ്റ്റോർ ചെയ്തിട്ടുള്ള അത് എഴുതാനുള്ള കാരണം ഞാൻ പറയാം. എഴുതാനുള്ള കാരണം ഇരുന്നുകൊണ്ട് പറയാം. എപ്പോഴും വരെ ആ ഡയറി ഞാൻ എഴുതാനുള്ള കാരണം പറയാം. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആദ്യമായി BEd ഡിഗ്രി എടുത്ത വ്യക്തി. അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്ററായിട്ട് പല സ്കൂളുകളിൽ പഠിപ്പിച്ചു. അദ്ദേഹം പഠിപ്പിച്ച സ്റ്റുഡൻസിൽ 68 പേര് വൈദികരായിട്ടുണ്ട്. അവർ വൈദികരെല്ലാവരും കൂടി പോപ്പിനോട്
ആവശ്യപ്പെട്ടിട്ട് ഒരു ബഹുമതി ബെനെ മെരേന്തി എന്ന് പറയുന്ന ബഹുമതി ടു ദ വൺ ഹു ഡിസേർവ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ബഹുമതി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അപ്പച്ചനെ കൂടെ അപ്പച്ചൻ വിളിച്ച് മക്കളെ എല്ലാവരെയും കൂടി വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം, ഒരു കാര്യത്തിൽ ഉത്സുകരാകണം. എല്ലാ ദിവസവും രാവിലെ കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി വാഴയ്ക്ക് ഒരു കുടം വെള്ളം ഒഴിക്കുക. പെൺകുട്ടികൾ. ആൺകുട്ടികൾ കുരുമുളക് നട്ട് തോട്ടമുണ്ട്, അവിടെ പോയി കുരുമുളകിന് കുറച്ച് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് വരുമ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ഓരോ ദിവസവും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നാൽ ഡയറിയിൽ എഴുതി വെക്കണം. വൈകിട്ട് വരുമ്പം അന്ന് സംഭവിച്ച കാര്യം, അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യവും എഴുതി വെക്കണം. അവസാനം അപ്പച്ചനത് എല്ലാം കൂടെ നോട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും കുറേ പൈസ തരും. വർഷത്തിൻ്റെ അവസാനം പള്ളിയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങളിൽ പെരുന്നാൾ, അതിൽ പോയി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം, എത്ര പൈസ വേണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറയും. അപ്പം പേര് എഴുതി വെക്കണം. വേണ്ട പേരെഴുതി വെക്കണം. അങ്ങനെയാണ് ഞാൻ ഡയറിയിൽ പേരെഴുതാൻ തുടങ്ങിയത്. നമ്മുടെ സ്കൂളിൽ വന്നതിന് ശേഷം ഞാൻ വേറെ 3 സ്കൂളുകളിൽ കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഇമിഗ്രേഷൻ ജൂബിലി മെമ്മോറിയൽ സ്കൂൾ കൊട്ടിയൂർ, അവിടെയും പഠിപ്പിച്ചിട്ടുണ്ട്. ആകെ എല്ലാ സ്കൂളിലും കൂടി ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ പേരുകളെല്ലാം എഴുതി വെച്ചു. അത് ആകെ 14,765 കുട്ടികളാണ്. ഒരു ദിവസം അധ്യാപകത്തിന് തലേ ദിവസം മാതൃഭൂമി പേപ്പറിന്റെ ഏതാനും ആൾക്കാർ വന്ന് ഈ പ്രദേശത്തൊക്കെ അധ്യാപകരെ ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു അധ്യാപികയായിരുന്നു. അപ്പം പുറത്ത് വിളിച്ചിരുത്തി കാര്യമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ടീച്ചർ ഏകദേശം എത്ര കുട്ടികളെ പഠിപ്പിച്ചതാണ്? ഞാൻ പറഞ്ഞു, ഏകദേശം അല്ല, കൃത്യമായിട്ട് പറയാം, 14,765. അതിൻ്റെ ഡയറികൾ വല്ലതും ഉണ്ടോ കയ്യിൽ? ഡയറി 6-7 ഡയറി എടുത്ത് ഞാൻ കാണിച്ചു. എന്നിട്ട് ഒരു അങ്ങേറ്റ് പറഞ്ഞു, നാളെ പേപ്പറിൽ ഒരു ന്യൂസ് കണ്ട ടീച്ചർ ഞെട്ടിപ്പോകുന്നു. അങ്ങനെയാണ് ആ പേപ്പർ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടു കാണും. അതിനുശേഷം ആ മെമ്മറി, ആ ഡയറികൾ കാണാൻ വേണ്ടി പലയിടത്തുനിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. വന്ന് ഞാനൊരു സത്യം പറഞ്ഞാൽ കുറേയൊക്കെ എക്സാഗ്രേറ്റ് ചെയ്തൊക്കെ ഞാനങ്ങ് പ്രസംഗിക്കും പരിപാടിയോട്. അങ്ങനെ പറഞ്ഞ് എനിക്ക് മിണ്ടാൻ വയ്യാത്ത ഒരവസ്ഥ. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഉടനെ എൻ്റെ ഹസ്ബൻഡ് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇനി ഈ ഡയറികളൊന്നും നീ കാണണ്ട. ഏതായാലും ആ ഡയറി ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കാണണം വിചാരിക്കരുതെന്ന് പറഞ്ഞു. അതെല്ലാം കൂടെ കൊണ്ട് ഒരെണ്ണത്തിൽ കെട്ടി വെച്ചു. പിന്നെ അത് തൊട്ടിട്ടില്ല ഞാൻ ഇന്നേവരെ. കുറേ എണ്ണം പോയി, നശിച്ചു പോയി, കത്തിക്കളഞ്ഞു. ഇനി ഒരു 6-7 ഡയറി കാണും. ആകെ 14 ഡയറി ഉണ്ടായിരുന്നു. ഒരു 6-7 ഇരിപ്പുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ ആ സംഭവം ആ സമയം അങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാരണം ഒരു വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും പേരതിലുണ്ട്, സകലരുടെയും. കൃത്യമായിട്ട് ഞാൻ പറയുന്നു, 14,765 കുട്ടികൾ. ഈ 14,765 കുട്ടികൾക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഒറ്റ ആവശ്യമുള്ളൂ, നിങ്ങളുടെ പേരെന്താണെന്ന് സമയം കൊണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പറയാം.